അസ്സലാമു അലൈക്കും. നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളത് പാലിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ആരാണെന്ന്, എപ്പോഴാണെന്ന്, എന്താണെന്ന് എന്നൊന്നും ചോദിക്കരുത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു. അതിപ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് എൻ്റെ കുറ്റമല്ലല്ലോ. ഞാൻ എന്താ പറയുക, പറയാതെ പറയുന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾ തോന്നുന്നത്. ഇത് നിന്റെ തന്നെയല്ലേ മുന്താസെ, ഇത് നിന്റെ തന്നെയല്ലേ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഒരവസരം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ കൂട്ടുകാരെ, ആ സമയത്തൊന്നും നമ്മളെ പരീക്ഷണ കാലഘട്ടത്തിൽ തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരവസരത്തിൽ നമ്മൾക്ക് അവസരം കിട്ടുമ്പോൾ നമ്മളത് വിനിയോഗിക്കും. ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും അതിന് അവസരം കിട്ടുമ്പോൾ നമ്മൾ വിനിയോഗിക്കും. അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ അതൊരു നീറ്റലായിട്ട് നമ്മൾ കൊണ്ടു നടക്കും. ആരോടും പറയാനും പറ്റൂല. സ്വയം നീറി നമ്മുടെ മരണത്തോടൊപ്പം അതങ്ങ് പോവൽ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, മനസ്സിന്ന് ഭയങ്കരമായിട്ട് അത് എന്താ പറയാ, നമ്മൾ അടക്കി വെച്ച ഒരു ഭാരം പോലെ ആയിരിക്കും. അതിന്ന് തുറന്നു പറയുമ്പോൾ അതില്ലാണ്ടായിത്തീരുന്നു അല്ലെ? അങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ? അപ്പോ ഞാന് തൊട്ടും തൊടാണ്ടും എല്ലാം പറയുന്നത് അതെന്റെ കുറ്റമല്ല, നിങ്ങൾ എന്റേതാണെന്ന് വിചാരിക്കുന്നത് എന്റെ കുറ്റമല്ല, എനിക്ക് നുണ പറയാൻ അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഉള്ളത് തന്നെ നുണ പറയാൻ എനിക്കറിയില്ല. പക്ഷെ എന്താ പറയാ, ഞാൻ എന്താ നിങ്ങളോട് പറയണ്ടേന്ന് എനിക്കറിയുന്നില്ല. ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യങ്ങളാണ്. പിന്നെ അതിൽ കുറെ പേര് പറയുന്നുണ്ട് ഇല്ലാത്തത് പറയുന്ന കെട്ട് കഥയാണ്. വല്ലാഹി, ഇനി വല്ലാഹി എന്ന് പറയുന്നതിന് കുറ്റുണ്ടോന്ന് എനക്കറിയില്ല. റബ്ബാണ് സത്യം, നടന്ന കാര്യങ്ങളല്ലാണ്ട് എൻ്റെ പൊന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെയും, ഇവിടുന്ന് അങ്ങോട്ടും. കാരണം നിങ്ങൾ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണ്. ഞാൻ എൻ്റെ ഫാമിലിനെ ഒരിക്കലും എന്താക്കറ്, പറ്റിക്കറ് അല്ലേ? നിങ്ങളെ ഒരിക്കലും ഞാൻ അങ്ങനെ പറ്റിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇതിനോട് എനിക്ക് ഒന്നും പറയാനില്ല. ചിരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി, ഒന്നും പറയാനില്ല. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് വരാം അല്ലേ? ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങളിൽ കുറച്ച് കരയുന്ന മനസ്സും ഉണ്ടാവും അല്ലേ? ആ കരച്ചിലിനെ, ആ വേദനയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു പിടിക്കേണ്ടിയിട്ടാണ് എന്താകുന്നത്, നമ്മൾ ചിരിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും അത്തരത്തിൽ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ഒരുപാട് സ്റ്റോറീസ് നിങ്ങളോട് പറയാനുണ്ട്, ഒരുപാട് സ്റ്റോറീസ്. കാരണം ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ജീവിതമല്ലേ, ജീവിതമാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലേ? പറയാൻ പറ്റാത്തതും പറയേണ്ടിയതും എല്ലാതും വരും. ഞാൻ പറയുന്ന ഓരോ സ്റ്റോറിയിലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അത് നെവർ മൈൻഡ് ആക്കിയിട്ട് വിടാനാ നിർവാഹമുള്ളൂ കേട്ടോ. ഉള്ളത് പോലെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പം പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലൊരു കാര്യം കൂടി ഞാൻ ഉണർത്തട്ടെ നിങ്ങളോട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ പെൺകുട്ടി, അങ്ങനെ തന്നെ തുടങ്ങല്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ ആ പെൺകുട്ടിക്ക് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗവും പറയാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പെൺകുട്ടിക്ക് പിന്നെ വേറൊരു എന്താ പറയുക, എന്താ അതിന് പറയുക, പരീക്ഷണം തന്നെ പറയല്ലേ, പരീക്ഷണഘട്ടം, വേറൊരു പരീക്ഷണഘട്ടം വന്നത് എന്താണെന്നല്ലേ? ആ പെൺകുട്ടിയുടെ ഭർത്താവിന് ഒരു പെങ്ങളുണ്ടായിരുന്നു. ഒരു പെങ്ങളൊന്നും അല്ല കേട്ടോ. ആ ഒരു പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ കൊടുത്ത ആ ഭർത്താവ് ഉണ്ടല്ലോ, പെങ്ങളെ ഭർത്താവ്, അളിയൻ. ആ അളിയൻ ഫസ്റ്റ് ടൈമിലെല്ലാം ഈ പെണ്ണിന്റെ, എൻ്റെ കഥാനായികയുടെ, അങ്ങനെ പറ, എൻ്റെ കഥാനായികയുടെ അമ്മായിയും ഒത്തിട്ട് ഇവളെ ആദ്യമെല്ലാം കുറ്റപ്പെടുത്താനും ഭംഗിയില്ലാത്തവളാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെവളാണ്, ഇങ്ങനത്തെവളാണ് എന്നെല്ലാം പറഞ്ഞ് ഫസ്റ്റ് ടൈമിലെല്ലാം കുറ്റപ്പെടുത്താനെല്ലാം നിന്നിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. പിന്നെ ഇവളുമായിട്ട് നല്ല രീതിയിൽ അടുക്കാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ അമ്മായിയമ്മ പോരെല്ലാം ഉണ്ടായിരുന്നു.
അപ്പൊ ആ സമയത്ത് അവള് ഫുൾ ടൈം കരച്ചിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കൽ അയാള് കേറി വരുന്ന സമയത്ത് ഇവള് കരയുന്നതാ കണ്ടത്. അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ മിക്സി ഓടിക്കൊണ്ടിരിക്കുമ്പോ മിക്സി വടക്കായി തേങ്ങ അരക്കുമ്പോ അപ്പൊ അതിന് അമ്മായിയമ്മ പറഞ്ഞു പോലും അത് ഇവളാണ് വടക്കാക്കിയത് എന്ന് പറഞ്ഞു പോലും. അങ്ങനെ ഇവള് ഫുള്ള് കരച്ചില്, മുഖം പൊത്തി കരച്ചില് തന്നെ. അപ്പൊ അയാള് പറഞ്ഞു സാരയില്ല പോട്ടെ, പുതിയ മിക്സി വാങ്ങിയാല് ശരിയാവില്ല, അത് കുറെ പഴക്കം ചെന്ന മിക്സി അല്ലേ, അല്ലെങ്കിൽ തന്നെ ഗൾഫിലത്തെ മിക്സി എല്ലാം വേഗത്തിൽ വടക്കാവുന്നതല്ലേ, അതിനെന്തിനും ഇവളെങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ ആ സമയത്ത് അവൾക്ക് സപ്പോർട്ട് കൊടുത്തു. നോക്കണം, അങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്തത് എന്തായി എന്ന് വെച്ചാല് ഈ പെങ്ങള് പ്രഗ്നന്റ് ആയി. ഈ പെങ്ങൾ പ്രഗ്നന്റ് ആയ സമയത്ത് ഇവളെ കൂട്ടിയിട്ട് ഒരിക്കൽ വരെ വീട്ടിലേക്ക് പോയി. അളിയന് ഈ കഥാനായികയെ കൂട്ടിയിട്ട് വരെ വീട്ടിലേക്ക് പോയി, അളിയന്റെ വീട്ടിലേക്ക് പോയി. വേറെ തന്നെയാണ് താമസം. ആ സമയത്തെല്ലാം ഇവള് ഭക്ഷണമാക്കുന്ന അടുക്കളയിൽ കഥാനായിക പെങ്ങളെ കൂടെ ഭക്ഷണമാക്കുന്ന സമയത്തെല്ലാം ഇയാള് വന്നിട്ട് എന്താ പറയാ അടുത്ത് വന്നിട്ട് ഓരോരോ കമന്റ് ഇടും. എന്ന് വെച്ചാല് വേണ്ടാത്ത കമന്റ് ഇങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോവേണ്ട അവസ്ഥ വന്നു. റൂമിലേക്ക് അയാൾ കഥ കടക്കുമ്പോ എല്ലാം ഇവളെ കാണുമ്പോ ഓരോരോ ഗോഷ്ടി കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പെങ്ങളെ ഡോക്ടറെ കാണിക്കേണ്ടിട്ട് പോയി. കാറിലാണ് പോകുന്നത്. കാറിൽ അന്നേരം പെങ്ങളുള്ള സമയത്ത് ഇയാളൊന്നും മിണ്ടൂല, മൗനം പാലിക്കും. പെങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള പോലെ പെരുമാറും. നോക്കണം നിങ്ങൾ, മനുഷ്യന്മാര് ഒരു അഭിനയ സിംഹങ്ങളാണ് മനുഷ്യന്മാര് ജീവിതത്തിൽ കേട്ടോ. അതൊക്കെ ഈ പെണ്ണിന് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ചെറുപ്പത്തിന്റെ അതുകൊണ്ട് പക്വത കുറവില്ലായ്മ എന്നൊക്കെയാണ് എനിക്ക് വാക്കുകളിലൂടെ കിട്ടുന്നത് കേട്ടോ. എന്താ പറയാ, ഇങ്ങനത്തെ മനുഷ്യന്മാര് പെട്ടെന്ന് അവളിങ്ങനെ കാണുമ്പോ ഇതെന്താ എന്നോട് ഇങ്ങനെ, എന്നിട്ട് ഇതെന്താ ഇങ്ങനെ, ഇത് ഭയങ്കര തെറ്റല്ലേ, അങ്ങനത്തെ എല്ലാം ഇങ്ങനെ ചോദ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരും കേട്ടോ. അത് കഴിഞ്ഞ് അവര് ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് പെങ്ങളെ ഡോക്ടറെ കാണിക്കേണ്ടിട്ട് പെങ്ങള് മാത്രം കയറി, അല്ലെങ്കിൽ ഭർത്താവ് കയറുമല്ലോ. എല്ലായിടത്തും അധികവും ഭർത്താവ് കയറും, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ഭർത്താവ് കയറും. പക്ഷെ ഈ ഭർത്താവ് ഈ അളിയൻ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ കഥാനായികയും ഈ അളിയനും ഒറ്റക്കായി. എവിടെ? ഡോക്ടറെ നേരെ മുമ്പില് കാണിക്കുന്നിടത്ത് ഒറ്റക്കായി. ഈ പെങ്ങള് ഡോക്ടറെ റൂമിലും പരിശോധിക്കാൻ വേണ്ടിയിട്ട് കയറി. ആ സമയത്താണ് ഈ അളിയന്റെ തനി സ്വഭാവം ഈ പെണ്ണിന്റെ നേരെ എടുത്തത്. പച്ചക്ക് ഞാൻ എങ്ങനെയാ നിങ്ങളോട് അത് പറയുക? അവളോട് പറയുന്നതാ പോലും, നിനക്ക് എന്ത് തന്നെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരും, നീ എൻ്റെ ഇഷ്ടത്തിനൊന്ന് വഴങ്ങി തരുമോ എന്ന്. നിങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഇതേ കണ്ടന്റുമായിട്ട് വരുന്നത് എന്നുള്ളത്. കാരണം ഇതെല്ലാം ജീവിതത്തിൽ വന്ന ആ പെൺകുട്ടിക്ക് കഥാനായികക്ക് വന്ന അനുഭവങ്ങളാണ് നമ്മൾ പിൽക്കാലത്ത് എന്താകുന്നത്, ഓരോ ന്യൂസായിട്ടും വാർത്തകളായിട്ടും പാഠങ്ങളായിട്ടും എല്ലാം വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് കമ്പിക്കഥയാന്ന്. ഒരിക്കലുമല്ല. ഉണ്ടാക്കിയ കഥയോ കമ്പിക്കഥയോ അല്ലെങ്കിൽ വേറൊന്നും അല്ല. ഇതൊക്കെ റിയലായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, റബ്ബിനറിയാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷയമോ അല്ല കേട്ടോ. സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, സമൂഹത്തിന്റെ മുമ്പിൽ ഇവരെല്ലാം നല്ല പകൽമാന്യന്മാരാണ്. ഈ പകൽമാന്യന്മാരെ ഒരിക്കലെങ്കിലും, ഞാൻ പറയട്ടെ, ഒരിക്കലെങ്കിലും ജനങ്ങളെ മുമ്പിൽ ഇവര് വഷളാവണം. ജനങ്ങളെ മുമ്പിൽ ഇവര് എന്താണ്, ഇവരെ തനി നിറം പുറത്തു കൊണ്ടുവരണം. പടച്ചോന് കൊണ്ടുവരണം എന്നാ ഞാൻ പറയുന്നത്. ഒരിക്കലെങ്കിലും ഇവരെ തനി സ്വരൂപം ജനങ്ങൾ കാണണം. അങ്ങനെ ആ പെൺകുട്ടിനോട് പറയുന്നതാ, നീ എനിക്ക് വഴങ്ങി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ജീവിത അവസാനം വരെ ഞാൻ ചെയ്യും. ഞാൻ എന്ത് നീ പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. എന്ത് വേണോ അത് പറഞ്ഞോ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോ ഈ കഥാനായിക സ്തബ്ധയായി നോക്കി നിന്ന് എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് ഇയാളെടുത്തുനിന്ന്, ഏതൊരു ആണിന്റെ അടുത്തുനിന്നും നമ്മള് ബഹുമാനിക്കുന്ന നമ്മുടെ പെങ്ങളെ ഭർത്താവ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലെ അളിയനാണ്. അപ്പൊ ആ അളിയന്റെ ഭാഗത്തു നിന്നല്ലേ ഇങ്ങനെ വരുമ്പോ ഒരു ചെറിയ പെൺകുട്ടിയാണ്. ആ ചെറിയ പെൺകുട്ടിനോടാണ്, കല്യാണം കഴിഞ്ഞ് അത്രയായിട്ടുള്ള ആ ചെറിയ പെൺകുട്ടിയോട് കുടുംബത്തിലെ ഓരോരുത്തരും ആയിട്ട് ഇങ്ങനെ വന്ന് പറയുമ്പോ
അവിടെ തുടങ്ങി അവളുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളായിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, പല പല പരീക്ഷണങ്ങളും അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഒരു ഭർത്താവിനോട് പറയാനുള്ളൊരു സ്പേസ് ഇല്ല. കാരണം ഭർത്താവ് അവിടെ നാട്ടിലില്ല. സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരോട് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാ, കഥാനായികക്കാണ് എന്താകുന്നത്, കുറ്റം വരുന്നത്. അവൾ ഇന്നലെ കയറി വന്നവളാണ്. അളിയന് കുറെ മുമ്പേ ഉള്ളവരാണ്. പിന്നെ ഒന്നാമത് മകളുടെ ഭർത്താവിന് പറയുമ്പോൾ ഒരിക്കലും അവിടെ അമ്മായിയമ്മ പോലും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടിയും പറയുമ്പോൾ പിന്നെ ആ പെണ്ണിന് തന്നെയായിരിക്കും കുറ്റം. പിന്നെ സ്വന്തം വീട്ടിലും ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു വിഷമം കൊണ്ട് ഉള്ളിൽ ഒതുക്കി നീറി അവിടുന്ന് എന്ത് ചെയ്യണം, വേറെ എങ്ങനെ എന്ത് ജീവിതം ആ സമയത്ത് അവൾ ചിന്തിച്ചു എന്നാ പറയുന്നത്. ഈ ബന്ധം ഒഴിവാക്കിയാലോ, പക്ഷെ വീട്ടുകാരെങ്ങനെ ഇത് സ്വീകരിക്കും, വീട്ടുകാരി എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവര് എങ്ങനെ ഇത് ഒഴിവാക്കി തരും എന്നുള്ളതെല്ലാം മനസ്സിൽ കടന്നിട്ട് ഇങ്ങനെ വ്യാകുലപ്പെട്ട് അവള് എന്താ പറയാ, സത്യം പറഞ്ഞ ഒരു മനോരോഗിന്റെ അടുത്ത് എത്തി എന്നുള്ളത് തന്നെ പറയാം. ഒരു മനോരോഗിയായി തീർന്നു എന്ന് പറയാം. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് അവള് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ചികിത്സിച്ചിട്ട് അങ്ങനെയൊക്കെ ആയി വന്നതാണ്. ഇപ്പോ അവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ട് കേട്ടോ. ഇപ്പോ അവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അവള് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച ഒരു പെണ്ണാണ് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ആണായാലും പെണ്ണായാലും വഞ്ചിക്കപ്പെടുന്നവരുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നവരുണ്ട് സുഹൃത്തുക്കളെ. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമെ അഭിനയിക്കുന്ന ഒരു പറ്റം എന്താ പറയുക ജനങ്ങളുണ്ട്, ഒരു പറ്റം മനുഷ്യന്മാരുണ്ട്. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയൂല. അപ്പൊ അതൊക്കെ ഞാൻ പറയട്ടെ, ഒരിക്കലെങ്കിലും ഇത് കേട്ട സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കഥ കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, എപ്പോഴെങ്കിലും ഇങ്ങനത്തെ നീച പ്രവൃത്തി ചെയ്യുന്നവരെ, ഉള്ളിലൂടെ ഇങ്ങനത്തെ വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുന്നവരുണ്ടല്ലോ, ജനം തിരിച്ചറിയണം. എന്നെങ്കിലും പടച്ചവന് അവരെ ജനങ്ങൾക്ക് മുമ്പിൽ അവരെ സ്വഭാവം വെളിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് മാത്രമൊന്നുമല്ല കേട്ടോ. ഒരിക്കൽ അവള് ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഇതേ കാറിൽ തന്നെ പോകുമ്പോൾ അവൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പരീക്ഷണം അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അവരെ വീട്ടിലെ എന്തോ പരിപാടിയാണ്, പെങ്ങളെ വീട്ടിൽ പരിപാടി. അപ്പൊ അയാൾ കാർ എടുത്തിട്ട് ഇവളെ കൊണ്ടുപോകണം എന്നുള്ളൊരു അവസ്ഥ വന്നു. എല്ലാരും കൂടി പറഞ്ഞേക്കേണ്ട അവസ്ഥ വന്നു. അപ്പം ഇവളും അയാളും ഒറ്റക്കായിരെ കൊണ്ട് അവൾക്ക് പേടി, അവൾ പോകുന്നില്ല എന്ന് ഒരുപാട് അമ്മായിയമ്മയോട് പറഞ്ഞു പോലും. പക്ഷെ പിന്നെ അമ്മായിയമ്മ പറഞ്ഞു പോലും, അവിടെ കുറച്ച് പണി ഉണ്ടാവും, നീ പോയി എടുക്കും, വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതിന്റെ പ്രകാരം അവൾ എന്നിട്ട് ബാക്കിലെ സീറ്റിൽ പോയി ഇരുന്നു എന്നാ പറയുന്നത്. പേടിച്ചിട്ട് പോവാണ്ടിരിക്കാനും നിർവാഹമില്ല. അവിടെ എത്തുന്നവരെ ഇയാള് മറ്റേ കാര്യങ്ങളും ചോദിച്ച് നെഗറ്റീവ് കമന്റ്സും എന്നുവെച്ചാൽ വേണ്ടാത്ത അശ്ലീല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ബ്രെയിൻ വാഷ് ചെയ്യുമല്ലോ ഇവിടെ. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ ആ വീട്ടുമുറ്റത്ത് എത്തുന്നവരെ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ വീട് എത്തിക്കഴിഞ്ഞിട്ട് അവൾക്കൊരു സമാധാനം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എനിക്ക് ഇതിലപ്പുറം എങ്ങനെ പറഞ്ഞു തരണ്ടെന്ന് അറിയില്ല. എങ്ങനെ നിങ്ങൾ ഇതിൽ എന്താ പറയാ, എങ്ങനെ ഉൾക്കൊണ്ടിട്ട് ഒറിജിനാലിറ്റി മറ്റത് മറിച്ചത് എന്നൊന്നും പറഞ്ഞാലൊന്നും ഒരു വിഷയമോ അല്ല കേട്ടോ. നമുക്ക് ഒരവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകും, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണിത്. പിന്നെ കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയും അല്ലെ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ ചില പൊയ്മുഖങ്ങൾ മാത്രമാണ് എന്താകുന്നേ ജനങ്ങൾക്ക് മുമ്പിൽ വരാണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ മിനുക്കപ്പണി ചെയ്ത് എല്ലാവരുടെ മുമ്പിലും ഭയങ്കര നാലാളറിയുന്ന ഭയങ്കര സുജായി ആയിട്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിവ്. അപ്പൊ അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറയട്ടെ, ആയുസ് തീരുന്നതിൻ്റെ ഇടക്ക് എപ്പോഴെങ്കിലും ആ ഒരു വേണ്ടാത്ത മുഖം പടച്ചോന് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാതിരിക്കൂല അല്ലെ. എല്ലാരും മുമ്പിലും ഈ പെൺകുട്ടി എല്ലാരും മുമ്പിലും കുറ്റവാളിയായിട്ട്, തെറ്റ് ചെയ്തവരെല്ലാവരും നല്ല ആൾക്കാരായിട്ട് വിലസുന്നതാണ് അവിടെ. അതാണ് രസം, അതാണ് അവിടെ പോയിന്റ്.
ഒന്നും ചെയ്യാത്ത എല്ലാം മൗനമായി നിന്ന് സഹിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെറ്റുകാരി. ഈ വക തമ്മാടിത്തരം ചെയ്ത് നടക്കുന്നവരെല്ലാം ഇന്നവിടെ നല്ല മനുഷ്യന്മാരായിട്ട് വിലസുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ഒരിക്കൽ അതിന് പടച്ചോന് ഉത്തരം കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അവരെ പോയി മുഖങ്ങള് ഇവിടുന്ന് അങ്ങോട്ട് പടച്ചോന് എപ്പോ ഒരുപോലെ ആയിരിക്കൂല അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയട്ടെ, അവരുടെ ഓരോ മുഖങ്ങളും പടച്ചോൻ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പൊ എനിക്ക് ഇതിന്ന് എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാല്, പണ്ട് മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, അതാണ് ഓർമ്മ വരുന്നത്. സുമലത പണ്ടൊക്കെ സിനിമ കണ്ടിരുന്നു ഞാൻ, ഇപ്പൊ ഒന്നും കാണലില്ല കേട്ടോ. പണ്ടുള്ളൊരു സിനിമയിലുള്ളതാണ്, പേര് മറന്നു പഠിച്ചനെ. പൂമാനമേ എന്നുള്ളൊരു പാട്ടുള്ള ഒരു സിനിമ ഇല്ലേനോ, അതില് സുമലത പിന്നെ തെറ്റ് ചെയ്യാണ്ട് അവളെ ക്രൂശിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ മരണശേഷം മമ്മൂട്ടി എന്താന്ന് അത് കണ്ടുപിടിച്ചിട്ട് അവള് ലാസ്റ്റ് അവള് തെറ്റ് ചെയ്തിട്ടില്ല, അവളല്ല തെറ്റുകാരി എന്ന് കണ്ടുപിടിച്ച് അവൾക്കെതിരെ നിന്നവരെ കണ്ടുപിടിച്ച് അവരെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സീന് വരുന്നുണ്ട്. സെയിം സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളിലും വരുന്നുണ്ട്. സിനിമയിലുള്ള പോലെ തന്നെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പുറംലോകം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഞാൻ പറയട്ടെ നിങ്ങളോട്, എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് എൻ്റെ അടുത്ത്. എത്ര പറഞ്ഞാലും തീരാത്ത സ്റ്റോറീസ് ഉണ്ട്. കാരണം പുറംലോകം പിന്നെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവൾക്ക് അതൊന്നും പറയാനുള്ള ഒരു സ്പേസ് ഇല്ല, ഒരു അധികാരമില്ല. കാരണം പെൺകുട്ടിയാണ് അവൾ ഇതെല്ലാം അർഹിക്കുന്നതാണ്. അവളെ എന്ത് പരീക്ഷണം വന്നാലും സഹിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും വരും, ഇനിയും നല്ല നല്ല സ്റ്റോറീസ് ആയിട്ട് ഞാൻ വരും. നിങ്ങൾ ഇത് ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.